നമസ്കാരം. ഡിവൈൻ ഡിഫറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹിദേവേ നമഃ. വരാഹിദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ഞാനും സുഖമായിരിക്കുന്നു. പഞ്ചമിതിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹിദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ്. ഇത് പഞ്ചമി തിഥി ലാസ്റ്റ് ഡേ അപ്ഡേറ്റ് ആണ്. നാളെ ശനിയാഴ്ച മെയ് 31 തീയതിയാണ് പഞ്ചമി തിഥി വരുന്നത്. ഇന്ന് വെള്ളിയാഴ്ച രാത്രി 7 PM കൂടി പേരുകൾ കൊടുക്കേണ്ട സമയം കഴിയും. അതിനുശേഷം വരുന്ന പേരുകൾ എടുക്കാൻ ഒക്കത്തില്ല. തുടർന്ന് നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് പഞ്ചമിതിഥി പൂജ വഴിപാട് ചെയ്യുന്നതിൻ്റെ ഗുണവും എങ്ങനെയാണ് പേരുകൾ കൊടുക്കേണ്ടത് എന്നുള്ള പ്രൊസീജിയേഴ്സും അറിയാം. പുതുതായി കാണുന്നവർക്ക് അറിയില്ലാച്ചാൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്തോളുക. അപ്പോൾ റിപ്ലൈ ആയിട്ട് ഓൾ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. ആദ്യം എല്ലാം അറിഞ്ഞോളുക, മനസ്സിലാക്കിക്കൊള്ളുക. വീണ്ടും പക്ഷത്തിൽ നിങ്ങൾക്കും നിങ്ങളുടെ പേരുകൾ കൊടുക്കാവുന്നതാണ്. പേരുകൾ കൊടുക്കുന്നവർ പേര്, നക്ഷത്രം, ഡേറ്റ് ഓഫ് ബർത്ത്, സ്ഥലം ഇവ ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്യുക. എന്താണ് നിങ്ങളുടെ പ്രശ്നം, എന്തിനു വേണ്ടി പ്രേ ചെയ്യണം എന്നുള്ളത് വോയിസ് മെസ്സേജ് ആയിട്ട് ഇട്ടോളുക. ഇന്നത്തെ പതിവ് എന്താ വെച്ചാൽ ഒത്തിരി അത്ഭുതപ്പെടുത്തുന്നത്. നിങ്ങൾ വന്നിട്ട് ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടോളുക. ഇത് ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ പല മാറ്റങ്ങൾ, പല വിഷയങ്ങൾക്ക് വന്ന് കൈകൊടുക്കും. ഒത്തിരി അതിശയിപ്പിക്കുന്ന ഒരു മെത്തേഡ്. ഈ വിഷയം നമ്മൾ മുന്നേ അറിഞ്ഞിരിക്കണം. മുന്നേ നമ്മളിത് അറിഞ്ഞ് വേണ്ട വിധത്തിൽ ചെയ്തിരുന്നു എങ്കിൽ എത്രയോ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടന്നിരിക്കും. അങ്ങനെ നിങ്ങൾ തീർച്ചയായും വരുത്തപ്പെടുന്ന ഒരു മെത്തേഡ്. കാരണം ഇന്ന് നമ്മൾ നോക്കുന്നത് അത്രയും അത്ഭുതപ്പെടുത്തുന്ന ഒന്ന്. വരാഹിയമ്മയെ പ്രാർത്ഥിച്ച ശേഷം നമ്മൾ പ്രപഞ്ചത്തിനോട് ആവശ്യപ്പെടേണ്ടത്. ഇത് ആർക്ക് വേണേലും യൂസ് ചെയ്യാവുന്നതാണ്. ആൺ പെൺ വ്യത്യാസം ഒന്നുമേയില്ല. കാരണം മനുഷ്യനായി പിറന്ന എല്ലാവർക്കും ആഗ്രഹങ്ങൾ, ആശകൾ, ആവശ്യങ്ങൾ എപ്പോഴും ഇരുന്നിട്ടേയിരിക്കും. അതവർ എത്ര വയസ്സായവരായാലും ശരി, എത്ര എളുപ്പമുള്ളവരായാലും ശരി. ഒരു ചില പേർക്ക് ആരോഗ്യം റെഡിയാവണമെന്നായിരിക്കും. ഒരു ചില പേർക്ക് സന്തോഷം വേണം, സമാധാനം വേണം. എന്നാൽ ചില പേർക്ക് പണം വേണം. പിന്നെ ഒരു ചില പേർക്ക് ഒരു നല്ല അറ്റ്മോസ്ഫിയർ, ജീവിക്കാനുള്ള ചുറ്റുപാട്, ഒരു പ്രൊട്ടക്ഷൻ. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് പറഞ്ഞു പോവാം. എന്ത് വേണേലും നമുക്ക് നടത്തിത്തരും. ഇത് വന്നിട്ട് മികവാർന്ന അട്ടഹാസമായ നിങ്ങൾക്ക് എന്താഗ്രഹമാണോ അത് കൂട്ടിച്ചേർത്ത് നിങ്ങൾക്ക് നൽകുന്ന മിക ശക്തിയാർന്ന പ്രപഞ്ച ഈർപ്പ് വിധി. ദാറ്റ് മീൻസ് ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്ക് എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? അത് തന്നെയാണ്. ഇത് വന്നിട്ട് ഇപ്പോൾ പൂജയൊന്നും ചെയ്യാൻ പറ്റാത്തവർക്ക്, പ്രാർത്ഥിക്കാൻ സമയമില്ലാത്തവർക്ക്, അങ്ങനെയുള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്ക്. ഒരേ ഒരു സെൻറ്റൻസ്, ഒരു വാക്യം, അത് നിങ്ങൾ ഉച്ചരിച്ചാൽ മാത്രം മതി. ഏത് മതക്കാർക്കും ഇത് വന്ന് ധാരാളമായിട്ട് ചെയ്യാവുന്നതാണ്. ഇത് വന്നിട്ട് ഒരു റൂൾ ഇരിപ്പുണ്ട്. അത് എന്താച്ചാൽ ഇത് എപ്പോൾ ചെയ്യണം എന്നതാണ് ഒത്തിരി മുഖ്യമായ ഒരു കാര്യം. അത് മാത്രമേ റൂളായിട്ടുള്ളൂ. അല്ലാതെ വേറെ ഒരു റൂളും റെസ്ട്രിക്ഷൻസും ഒന്നും ഇതിനില്ല. നിങ്ങൾ വന്നിട്ട് ഡെയിലി രാവിലെ എണീറ്റ ഉടനെ തന്നെ ഒരു 2 മിനിറ്റ്സ് ഇതിനായിട്ട് മാറ്റി വെച്ചോളുക. ആ 2 മിനിറ്റ് മാത്രം മതി. ആത്മാർത്ഥമായിട്ട് ഈ വാക്യം നിങ്ങൾ ഉച്ചരിക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾ എന്തിനു വേണ്ടി ചെയ്യുന്നു അത് നിങ്ങൾക്ക് നടന്ന് കിട്ടിയിരിക്കും. നമ്മുടെ വരാഹി അമ്മയും പ്രപഞ്ചവും ചേർന്ന് നിങ്ങളുടെ ആവശ്യം നടത്തി തന്നിരിക്കും. നിങ്ങൾ വന്നിട്ട് ഒരു 10-15 ആവശ്യമൊന്നും ഒന്നിച്ച് പറയരുത്. ഒരേ ഒരു ആവശ്യം മാത്രം ഫോക്കസ് ചെയ്തോളുക.
അതും നിങ്ങൾ അതിൽ വന്നിട്ട് ഒത്തിരി ക്ലിയർ ആയിട്ട് ഇരിക്കണം, ഒന്നും കുഴപ്പരുത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ എബ്രോഡ് ജോലിക്ക് പോകണമെന്നാണ് ആഗ്രഹം, എബ്രോഡ് ജോലി കിട്ടണം, അത് മാത്രം നിങ്ങൾ പറയുക. അത് പോകാനുള്ള പണം, വിസ ശരിയാവണം, എപ്പോൾ വിസ വരും, ഇതൊന്നും നിങ്ങൾ കുഴപ്പിക്കാൻ പാടില്ല. എനിക്ക് എബ്രോഡ് ജോലി കിട്ടണം, അത്രയും പറഞ്ഞാൽ മതി. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു കല്യാണക്കാരിയാണെങ്കിൽ കല്യാണം നടക്കണമെന്ന് മാത്രം, കല്യാണക്കാര്യം മാത്രമേ മനസ്സിൽ ഓടാൻ പാടുള്ളൂ. അതിനുള്ള സ്വർണം എങ്ങനെ ഉണ്ടാക്കും, പണം അതിനൊക്കെ എന്ത് ചെയ്യണം, ഏത് മണ്ഡപത്തിൽ വെച്ച് നടത്തണം, അതെല്ലാം നിങ്ങൾ ആലോചിക്കാനേ പാടില്ല. ഫൈനലി നിങ്ങൾക്ക് എന്ത് വേണം അത് മാത്രം നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇത് ചെയ്യേണ്ട ടൈമിങ്സ് എന്താ വെച്ചാൽ രാവിലെ എണീറ്റ ഉടനെ ചെയ്യുക. അത് വന്നിട്ട് അത് 4 മണിക്ക് എണീക്കുന്നവരുണ്ട്, 6 മണിക്ക് എണീക്കുന്നവരുണ്ട്, ഒന്നും പ്രശ്നമില്ല. നിങ്ങൾ എപ്പോൾ എണീക്കുന്നുവോ അപ്പോൾ ചൊല്ലിക്കൊള്ളുക. ഇപ്പോൾ നൈറ്റ് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് വരുന്നവരാണെങ്കിൽ അവർ വന്നിട്ട് ചിലപ്പോൾ രാവിലെ 10 മണിക്ക് എണീക്കും, ഇല്ലെങ്കിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് എഴുന്നേക്കും. ആ സമയത്ത് നിങ്ങൾ ചൊല്ലിയാൽ മതി, ഒന്നും പ്രശ്നമില്ല. പക്ഷേ എന്താ വേണ്ടിയതെന്ന് വെച്ചാൽ നമ്മൾ ഒരു എണീക്കുന്ന സമയത്തിന് ഒരു ഉറക്കച്ചടവുണ്ടല്ലോ, സ്ലീപ്പിംഗ് സ്റ്റേജ് എന്ന് പറയും, അത് മുഴുവൻ കളയാതെ നിങ്ങൾ ഇത് ഉച്ചരിക്കണം. ഞാൻ വന്നിട്ട് കണ്ണു മുളിച്ചു, എന്നാൽ ഞാൻ കിടന്നുകൊണ്ടേ ഇത് ഉച്ചരിക്കാമോ എന്ന് ചോദിച്ചാൽ ധാരാളമായിട്ട് നിങ്ങൾക്ക് ഉച്ചരിക്കാവുന്നതാണ്. കൈകാൽ കഴുകണമെന്നോ ബ്രഷ് ചെയ്യണമെന്നോ അങ്ങനെ ഒന്നുമില്ല. പീരീഡ്സ് ടൈമോ പുലവാലായ്മയോ ഒന്നുമേ ഇല്ല. നോ റെസ്ട്രിക്ഷൻസ്. ഡെയിലി നിങ്ങൾ 2 മിനിറ്റ് നേരം ഇതിനു വേണ്ടിയിട്ട് മാറ്റി വച്ചോളുക. നിങ്ങളുടെ ആഗ്രഹം തീർച്ചയായിട്ടും നടക്കും. ഇനി ഇതിന് പ്രത്യേക കാലയളവ് എന്തെങ്കിലും ഇരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, ഏതൊരു വിഷയവും മനസ്സിൽ ആഴത്തിൽ പതിയുന്നതിന്, ദാറ്റ് മീൻസ് ആഴ്മനസ്സ് എന്നത് നിങ്ങൾ എന്ത് കരുതി ചോദിച്ചാലും അത് നിറവേറും. അത് നല്ലതായാലും ശരി കെട്ടതായാലും ശരി, പ്രപഞ്ചം അത് നിങ്ങൾക്ക് നടത്തിത്തരും. സോ അതിനാല് ഉറക്കച്ചടവിലിരിക്കുന്ന നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് വന്നിട്ട് ആക്റ്റീവായിട്ട് തന്നെ ഇരിക്കും. ആ ടൈമിൽ എന്ത് നിങ്ങൾ മനസ്സിൽ കരുതി പ്രാർത്ഥിക്കുന്നുവോ അത് വർക്കൗട്ട് ആകാൻ തുടങ്ങും, മീൻസ് സ്റ്റാർട്ടാകും. അതിനാലെ നല്ല വിഷയങ്ങളെ, അതായത് ന്യായമായിട്ടുള്ള നിങ്ങളുടെ ആവശ്യങ്ങളെ വരാഹി അമ്മനോട് പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾ ഈ പ്രപഞ്ചത്തിനോട് ചോദിക്കും പക്ഷത്തിൽ പ്രപഞ്ചം തീർച്ചയായും അത് നിങ്ങൾക്ക് നിറവേറ്റിത്തരും. ചില നേർച്ചകൾ വന്നിട്ട് നമ്മുടെ വീട്ടിലിരുന്ന് തന്നെ ചെയ്യണം. സ്വന്തക്കാരെയോ ബന്ധക്കാരെയോ വീട്ടിൽ പോയിട്ട് ചെയ്താൽ അത് ശരിയാവത്തില്ല. എന്നാൽ ഈ മെത്തേഡ് വന്നിട്ട് നിങ്ങൾ എവിടെ ഇരുന്ന് ചെയ്താലും അത് യാതൊരു പ്രശ്നവുമില്ല. നിങ്ങൾ ധാരാളമായി ചെയ്തോളുക. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ പോയി ഉറങ്ങി എഴുന്നേറ്റ് രാവിലെ ചെയ്യാമോ എന്ന് ചോദിച്ചാൽ ധാരാളമായി നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. ഇത് വന്നിട്ട് നിങ്ങൾക്കും പ്രപഞ്ചത്തിനും ഇടയ്ക്കുള്ള ഒരു ബന്ധം. ഇതിൽ സ്ഥലം നേരം അതൊന്നും യാതൊരു പ്രശ്നവും ഇല്ല. ഏറ്റവും അത്യാവശ്യമായിട്ട് ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത് എന്താ വെച്ചാൽ ഉണർന്ന് എണീക്കുന്ന ഉടനെയുള്ള ഉറക്കച്ചടവിന് ആ സമയത്തിന് നിങ്ങളിത് ചൊല്ലിക്കൊള്ളുക. ഇത് വന്നിട്ട് നിങ്ങൾ കണ്ടിന്യൂസ്ലി 21 ഡേയ്സ് ചെയ്യണം. തുടർന്ന് ചെയ്താലും ഒരു പ്രശ്നവുമില്ല, അത് ഒത്തിരി നല്ലത്. ഇടയ്ക്ക് വന്ന് നിങ്ങൾക്കത് പറ്റാതെ പോയി, എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, കണ്ടിന്യൂറ്റി നഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചാൽ ഒന്നും പ്രശ്നമില്ല, നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോളുക. എന്നോട് ചോദിച്ചാൽ ജീവിതകാലം മുഴുവനും നമ്മുടെ ആശകൾ നിറവേറാൻ പോകുന്നില്ല. ഇപ്പോൾ നമുക്ക് ഒരു ആശ നിറവേറിയാൽ അടുത്ത ആശ ഉണ്ടാകും, ആഗ്രഹം ഉണ്ടാകും, അത് റെഡി ആയിട്ടിരിക്കും. സോ ലൈഫ് ലോങ് നമ്മൾ ആശിച്ചിട്ടേയിരിക്കും. ഈ വേർഡ് വന്നിട്ട് നിങ്ങൾ രാവിലെ ഉറക്കച്ചടവിൽ ഉച്ചരിക്കുന്നതാണ് അത്യുത്തമം.
അത് ഉറക്കച്ചടവ് മീൻസ് നിങ്ങൾ എപ്പോൾ ഉണർന്നെണീക്കുന്നുവോ ആ സമയത്ത് ഉച്ചരിക്കുക. വേറുള്ള സമയത്തിൽ ഉച്ചരിച്ചാൽ അതിന് വേണ്ട പ്രയോജനം നമുക്ക് കിട്ടത്തില്ല. ഇതിവിടെ വേറെ എളിമയാർന്ന ഒരു മെത്തേഡ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഇല്ല എന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. ഏതും നിങ്ങൾ റെഡിയാക്ക വേണ്ടിയ ആവശ്യമില്ല. ഒരു പൊരുളും ഇതിന് തേവയില്ല. ഉറങ്ങി എണീറ്റിട്ടോ അല്ല ബെഡിൽ കിടന്നിട്ടോ ഈ വരിയെ മാത്രം നിങ്ങൾ എത്ര തവണ ഉച്ചരിക്കാൻ പറ്റുമോ അത്രയും തവണ ഉച്ചരിച്ചോളുക. മാക്സിമം ഒരു 2 നിമിഷം റിപ്പീറ്റഡ്ലി നിങ്ങൾ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. മലയാളത്തിലായാലും തമിഴിലായാലും നമുക്ക് ബീജമന്ത്രങ്ങൾ ഇരിക്കുന്നില്ലേ? ശ്രീം, ഹ്രീം, ക്ലീം, സൗം, അതുപോലൊക്കെ ഇംഗ്ലീഷിലിരിക്കുന്ന പവർഫുൾ ആയിട്ടുള്ള ഒരു സ്വിച്ച് വേർഡാണ് ഇപ്പോൾ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അതിനെക്കുറിച്ചാണ് ഇത്രയും സമയം ഞാൻ നിങ്ങളോട് പകർന്നു തന്നിട്ടിരുന്നത്. സ്വിച്ച് വേർഡ് എന്താ വെച്ചാൽ ആംഗലേയം, അത് ഇംഗ്ലീഷിൽ മാത്രം ഇരിക്കുന്നതാണ്. ഇത് ഉച്ചരിക്കെ നമ്മൾ മനസ്സ് പ്രപഞ്ചത്തിൽ കലർത്തി നമ്മളുടെ ആഗ്രഹം പ്രപഞ്ചത്തോട് ചോദിക്കുമ്പോൾ പ്രപഞ്ചം അത് നടത്തിത്തരും. വിജയം നമുക്ക് നേടിത്തരും. തൊട്ടതെല്ലാം പൊന്നാക്കും എന്ന് പറയുന്നത് പോലെ നമ്മുടെ ആവശ്യം മനസ്സിലാക്കി പ്രപഞ്ചം അത് നമുക്ക് തന്നിരിക്കും. ഇത് വന്നിട്ട് ആംഗലേയ ഭാഷയിലുള്ളതാണ് സ്വിച്ച് വേർഡ്. സോ മലയാളമോ അതിൻ്റെ അർത്ഥമോ ഒന്നും നിങ്ങൾ ചോദിക്കാൻ നിൽക്കരുത്. എന്താണോ പറയുന്നത്, എന്ത് മാന്ത്രിക വരിയാണ് ഇവിടെ പറയുന്നത്, ഏത് സ്വിച്ച് വേർഡ് ആണോ അതുപോലെ നിങ്ങൾ ഫോളോ ചെയ്തോളുക. സ്വിച്ച് വേർഡ് ഇതാണ്. ഇത് നിങ്ങൾ എഴുതി വെച്ചോളുക. ഐ ആം റെഡി ടു റിസീവ് മിറാക്കിൾസ്. ഐ ആം റെഡി ടു റിസീവ് മിറാക്കിൾസ്. ഐ ആം റെഡി ടു റിസീവ് മിറാക്കിൾസ്. ഈ സ്വിച്ച് വേർഡ് നിങ്ങൾ ഡെയിലി രാവിലെ എണീറ്റ ഉടനെ ഉറക്കച്ചടവിൽ ചൊല്ലിക്കോളുക. ജീവിതത്തിൽ എത്ര പ്രശ്നം ഇരുന്നാലും, നമ്മൾ ഏത് പ്രശ്നത്തിലിരുന്നാലും ശരി, ഏത് സിറ്റുവേഷനിലിരുന്നാലും ശരി, ഇത് ചെയ്യാൻ പറ്റില്ല എന്നിരുന്നാലും ശരി, നിങ്ങളുടെ മനോനില അതിന് സജ്ജപ്പെടുത്തി വരാഹിയമ്മനെയും പ്രാർത്ഥിച്ച് നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ എല്ലാ വേദനകളും പ്രശ്നങ്ങളും മാറിക്കിട്ടും. അതുപോലെ നിങ്ങൾ കരുതുന്നത് നിങ്ങൾക്ക് സാധ്യമായി തീരുകയും ചെയ്യും. അത് നിങ്ങൾ നിങ്ങളുടെ കണ്ണാലെ നോക്കിക്കാണും. ഇത് ഏത് നാളിൽ സ്റ്റാർട്ട് ചെയ്യണം? നല്ല നാൾ നോക്കി തേയ്പിറ എന്നോ വളർപ്പിറ എന്നോ അഷ്ടമി എന്നോ നവമി എന്നോ അങ്ങനെ ഏത് നോക്കി ചെയ്യണം എന്ന് വെച്ചാൽ അങ്ങനെ ഒന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമേ ഇല്ല. നാളെ പഞ്ചമി തിഥിയിലേ ഇത് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ എല്ലാ ദിവസവും എഴുന്നേൽക്കുമ്പോഴും വരാഹിയമ്മനെ പ്രാർത്ഥിച്ചുകൊണ്ടാണല്ലോ എഴുന്നേൽക്കുന്നത്. അതേ തന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് ആ ഉറക്കച്ചടവിൽ നിങ്ങൾ ഈ ഒരു സ്വിച്ച് വേർഡ്, ഈ ഒരു വാക്യം ഒരു 2 മിനിറ്റ് നേരം നിങ്ങൾ ചൊല്ലിക്കൊള്ളുക. അത്രമാത്രം നിങ്ങൾ ചെയ്താൽ മതി. വേറൊന്ന് ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ, ഇത് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ എണീറ്റിട്ടോ അല്ലെങ്കിൽ ബെഡിൽ കിടന്നുകൊണ്ട് തന്നെ മൊബൈലൊന്നും നോക്കാൻ പാടില്ല. ഫസ്റ്റ് കണ്ണു മുളിച്ച് അമ്മയെ പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾ ഈ വേർഡ് ചൊല്ലിക്കൊള്ളുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ മൊബൈലൊക്കെ യൂസ് ചെയ്തോളൂ. ആ സമയത്ത് നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കാനേ പാടില്ല. നിങ്ങളുടെ ആവശ്യവും ചിന്തിച്ച് പ്രപഞ്ചത്തിനോട് നിങ്ങൾ ഇതും പറഞ്ഞ് നിങ്ങളുടെ ആവശ്യം ചോദിക്കുക. അത്രയും നിങ്ങൾ ചെയ്താൽ മതി. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തേക്കണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഇതേമാതിരിയുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വന്നു ചേരുകയുള്ളൂ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.